ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ആണ് മണ്ഡലത്തിൽ തിരിച്ചെത്തുന്നത്. ഒരു സ്വന്തം MLA ആണ്. 38 ദിവസമായി മണ്ഡലത്തിലെത്തിയിട്ട്. ഇത്തരം ആരോപണങ്ങളെ തുടർന്നൊക്കെ മാറി നിന്ന് തിരിച്ചു വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇന്നലെ MLA ഓഫീസിൽ രാഹുൽ കയറി, അപ്പോഴൊന്നും അവിടെ ആരും കണ്ടില്ല. അങ്ങനെ തടയണ്ട രാഹുലിനെ എന്നുള്ള ഒരു നിലപാടിലേക്കാണ്. അല്ല, അയാളെ തടയാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിനെതിരായി വന്നിട്ടുള്ള ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ ഞങ്ങൾ ഈ മണ്ഡലത്തിലുടനീളം ഉയർത്തിക്കൊണ്ടുവരും. പക്ഷെ ഇന്നലെ രാഹുൽ MLA ഓഫീസിലടക്കം കയറിയ സമയത്തൊന്നും അത്തരം പ്രതിഷേധങ്ങളൊന്നും കണ്ടില്ല. ഈ MLA ഓഫീസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ. ഓഫീസ് MLA ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജനപ്രതിനിധിയെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യാത്രയിലോ സ്വകാര്യ പരിപാടിയിലോ പ്രതിഷേധിക്കുക എന്നുള്ളത് ഒരു കാലത്തും ഒരാളും സ്വീകരിക്കാറില്ല. എന്നാൽ ഔദ്യോഗിക പരിപാടികൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഈ മണ്ഡലത്തിലെ വനിതാ പ്രവർത്തകരെ നല്ല നിലയ്ക്ക് തന്നെ പ്രതിഷേധവുമായി ഉയർത്തിക്കൊണ്ടുവരും. ഇയാളെ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഇറങ്ങിയാൽ ഞങ്ങൾ പ്രതിഷേധിക്കും. അതിനർത്ഥം തടയുമെന്നോ അയാൾ പോണവിടെയൊക്കെ തടസ്സപ്പെടുത്തുന്നോ അല്ല. ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. അതിന് പല രൂപത്തിലുള്ള സമരമാർഗങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇന്നലെ പ്രത്യേകമായ ഒരു സമരം ഞങ്ങൾ നടത്തിയല്ലോ, DYFI. അപ്പോൾ ആ രൂപത്തിലുള്ള വിവിധ സമര രൂപങ്ങൾ ഞങ്ങൾ എന്തായാലും ഉയർത്തിക്കൊണ്ടുവരും. അതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വന്ന സമയത്ത് മുകേഷ് MLAക്ക് എതിരെ വരെയുള്ള ഈ ആരോപണങ്ങളും കേസൊക്കെ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചിരുന്നത് കോൺഗ്രസ്. ഇപ്പോഴും അത്തരം ചില വിമർശനങ്ങളൊക്കെ വരുന്ന അതിനോട് എങ്ങനെയാണ്? അല്ല, ഞാനിപ്പോൾ അത് നിങ്ങളുണ്ടായിരുന്നില്ല, ഇവിടെ മറ്റു മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഈ മുകേഷ് MLAയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് സിനിമാ രംഗമാണ്. CPMൻ്റെ പാർട്ടി അംഗമൊന്നുമല്ല അദ്ദേഹം. അല്ലാത്ത ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കി. ഏതോ കാലഘട്ടത്തിൽ അയാൾക്കെതിരെ വന്നൊരു ആരോപണം, ആ ആരോപണവും ഇയാൾ പൂർണ്ണസമയ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ, നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരാളും എങ്ങനെയാണ് സമാനമായി നിങ്ങൾ ചിത്രീകരിക്കുക? അത് ശരിയാണോ? യഥാർത്ഥത്തിൽ മുകേഷിൻ്റെ വിഷയം ഇതിനെയും എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് കാണുന്നത്? അപ്പോൾ ഞങ്ങളുടെ പാർട്ടി മെമ്പറല്ലാത്ത ഒരാളെ, ഞങ്ങൾ സാധാരണഗതിയിൽ മെമ്പറല്ലാത്തവരെയും ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ മത്സരിപ്പിക്കാറുണ്ട്, വിജയിപ്പിക്കാറുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കാലഘട്ടത്തും സ്വീകരിക്കുന്നതാണ്. ഇനി ഭാവിയിലും അങ്ങനെയൊക്കെ സ്വീകരിക്കും. പക്ഷേ അദ്ദേഹം പ്രവർത്തിച്ചൊരു മേഖലയിൽ ആ കാലഘട്ടത്തിൽ വരാതെ ഇപ്പോൾ അടുത്ത കാലത്ത് കൊണ്ടുവന്ന ഒരു ആരോപണത്തിൽ മുകേഷും അതുപോലെ ഈ പറയുന്ന രാഹുലും ഒരുപോലെയാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാഹുലെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷാവലയം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ്. അല്ലാതെ ഇങ്ങനെ സംസ്ഥാനത്തൊട്ടുക്ക് നേതൃത്വമായി വലിയ രൂപത്തിൽ വീമ്പിളക്കി എന്തെല്ലാം കോലാഹലം കാണിച്ചവർ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലീസുകാർ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ ഒരു പാവപ്പെട്ട പോലീസുകാരനെ ഇയാൾ എങ്ങനെയായിരുന്നു നേരിട്ടത് നമ്മളെല്ലാം കണ്ടതല്ലേ. അപ്പം അങ്ങനെ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും എല്ലാം ഒരു ആൾ രൂപമായി വലിയ രൂപത്തിൽ എന്നെപ്പോലൊരു കോൺഗ്രസ്സുകാരൻ വേറെ ഇല്ല എന്നുള്ള മട്ടിലേക്ക് ഈ കേരളത്തിൽ പത്രമാധ്യമങ്ങളുടെ യഥാർത്ഥത്തിൽ ചാനലുകളുടെ സഹായത്തോടു കൂടി ഉയർന്നു വന്ന നേതാവാണ്, അല്ലാണ്ട് സമരാനുഭവത്തിലൂടെയല്ല. നിങ്ങൾ ഓർമ്മയുണ്ടാവും, ഇയാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഏതോ ഒരു കേസിൽ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തപ്പോൾ എന്തായിരുന്നു ചാനലുകാർ ചെയ്തത്? മണിക്കൂർ കണക്കിന് ഒരു ദിവസം മുഴുവൻ ആഘോഷിക്കുകയായിരുന്നില്ലേ അയാളുടെ അറസ്റ്റും? ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് അനുകൂലമായിട്ട്. പിന്നീട് അയാൾ 2 ദിവസം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിക്ക് കിട്ടാത്ത വലിയ ഒരു അംഗീകാരമല്ലേ മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്? ഇങ്ങനെ ഒരു നേതാവായി ഉയർന്നു വന്ന ഒരാൾ ഈ പറയുന്ന ആരോപണങ്ങൾ നിഷേധിച്ചിട്ടില്ല. എന്നാൽ ഇയാൾക്ക് പറയാലോ,
എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കൂ, അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകും എന്ന് പറയണ്ടേ? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം അത് വസ്തുതയാണ്. അങ്ങനെ ഇരിക്കെ ഇയാൾ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാനുള്ള ഒരു യോഗ്യത പോലുമില്ല. പൊതുപ്രവർത്തകനാകാനുള്ള ഒരു പ്രാഥമിക യോഗ്യതയില്ലാത്ത ഒരു വൃത്തികെട്ട മാനസികാവസ്ഥ, ലൈംഗിക മാനസികാവസ്ഥയുള്ള ഒരുത്തനാണ് അയാളൊന്നും. കേരളീയ സമൂഹത്തിൽ ഒരു പൊതുപ്രവർത്തനം നടത്തുന്നത് അപകടകരമാണ് ഭാവിയിലും. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ രാജിവെക്കുന്നത് വരെ ഞങ്ങൾ പ്രതിഷേധം നടത്തും എന്ന് പറയാൻ കാരണം. രാജിയാണല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. MLA സ്ഥാനം രാജിവെക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.